അതിൻ്റെ പ്രാഥമികമായ പ്രതികരണം അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയെ പുച്ഛത്തോടു കൂടി തള്ളുന്നു. ഇത് CPM ജില്ലാ സെക്രട്ടറിക്കെതിരായി വ്യക്തിപരമായൊരു കടന്നാക്രമണമായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു കടന്നാക്രമണമാണ്. ഷിമൻ അൻവർ ഇപ്പോൾ സ്വീകരിച്ച പുതിയ രാഷ്ട്രീയ നിലപാടാണ് അത്. നേരത്തെ പാർട്ടിക്കെതിരെ പാർട്ടി ശത്രുക്കൾ പ്രചരിപ്പിച്ചിരുന്ന ഒരു കാര്യം, ഞങ്ങൾക്കൊക്കെ എതിരായിട്ട് പറഞ്ഞിരുന്നൊരു കാര്യം മുസ്ലിം പ്രീണനമാണ്. മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നു, ഇതായിരുന്നു ആക്ഷേപം. ഇപ്പോൾ പുതിയ പ്രചരണം കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നു, മുസ്ലിം വേട്ട നടത്തുന്നു. CPM നേതാക്കന്മാരൊക്കെ RSSകാരാണ്. മുഖ്യമന്ത്രിയെ വരെ RSSുമായിട്ടുള്ള ബന്ധം പെടുത്തിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ RSS ആയി എന്നെ ചിത്രീകരിക്കുന്നതിൻ്റെ പിന്നിൽ ഷീമാൻ അൻവറുടെ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് വലതുപക്ഷത്തിൻ്റെ തടവറയിലായി അദ്ദേഹം സ്വീകരിച്ച പുതിയ രാഷ്ട്രീയ നിലപാട് ആണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയിൽ പ്രതിഫലിക്കുന്നത്. തീവ്ര വർഗീയത പറഞ്ഞ് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി, മുസ്ലിം വികാരമുണ്ടാക്കി, മുസ്ലിങ്ങളെയാകെ CPMന് എതിരാക്കി മാറ്റുന്നതിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അല്ലാതെ വ്യക്തിപരമായി എന്നെ ആക്ഷേപിക്കാനുള്ളതായിട്ട് അങ്ങനെ ഒരു ആക്ഷേപമായിട്ടല്ല ഞാനതിനെ കാണുന്നത്. നിലമ്പൂരിലെ വികസനങ്ങൾക്കെല്ലാം തടസ്സം, പ്രത്യേകിച്ച് ബൈപ്പാസ് ഉൾപ്പെടെയുള്ള തടസ്സം ജില്ലാ സെക്രട്ടറിയാണെന്നാണ് പറയുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മലപ്പുറം ജില്ലയിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് എല്ലാ മണ്ഡലത്തിലും നടപ്പാക്കി. ആദ്യത്തെ 1-ാം ടേം ഒരുപാട് പ്രൊജക്റ്റുകൾ രാഷ്ട്രീയ പ്രതിപക്ഷമാണോ ഭരണപക്ഷമാണോ നോക്കാതെ എല്ലാ മണ്ഡലങ്ങളിലേക്കും പുതിയ ഒരുപാട് പ്രൊജക്റ്റുകൾ, സ്വപ്ന പദ്ധതികൾ, പണ്ട് ആഗ്രഹമായി കിടന്നിരുന്ന പലതും അനുവദിച്ചു. പല മണ്ഡലങ്ങളിൽ ഇത് പൂർത്തിയായി. എന്നാൽ നിലമ്പൂർ മണ്ഡലത്തിൽ വേഗതയിൽ ഇത്തരം പ്രൊജക്റ്റുകൾ പൂർത്തീകരിക്കുന്ന പ്രവർത്തനം നടന്നിട്ടില്ല. അതിലാരാണ് ഉത്തരവാദി? MLAയുടെ നിരന്തരമായ ഇടപെടലുണ്ടെങ്കിൽ MLAമാരുടെ പണി എന്താ? ഇവിടെയുള്ള 16 MLAമാരിൽ അൻവർ ഒഴികെയുള്ള 15 MLAമാരും നിരന്തരം അവരുടെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ അവിടെ പൂർത്തിയാക്കേണ്ട പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി നിരന്തരം ഇടപെടുന്ന നമ്മൾ കാണുന്നുണ്ടല്ലോ. മന്ത്രിമാരെ സമീപിക്കുന്നു, മന്ത്രിമാരെ കൊണ്ട് യോഗങ്ങൾ വിളിപ്പിക്കുന്നു, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ. അതുപോലെ MLAമാർ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ യോഗം വിളിക്കുന്നു, കാര്യങ്ങളിൽ ഇടപെടുന്നു, നിരന്തരമായി ഇടപെടുന്നുണ്ട്. അൻവർ നിലമ്പൂർ മണ്ഡലത്തിലെ ഏതെങ്കിലും ഇതുപോലുള്ള പ്രൊജക്റ്റുകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഇങ്ങനെ വല്ല ഇടപെടലും നടത്തിയതായി ഈ പത്രലേഖകരായ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ മലപ്പുറത്ത് MLA ഇടപെടാറുണ്ട്, അതുപോലെ പൊന്നാനിയിൽ MLA ഇടപെടാറുണ്ട്, അവർ ഉദ്യോഗസ്ഥന്മാരെ യോഗങ്ങൾ വിളിക്കാറുണ്ട്, നിരന്തരം ഇടപെടുന്നുണ്ട്. ഒരു MLAയുടെ പ്രധാനപ്പെട്ട ചുമതലകളിലൊന്നാണ് സർക്കാർ അനുവദിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ ത്വരിതഗതിയിൽ അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ ഇടപെടൽ. ഏതെങ്കിലും മന്ത്രിയെ അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ടോ? വകുപ്പ് മന്ത്രിയെ കാണാറുണ്ടോ? ഇപ്പോൾ സമീപകാലം ആദ്യത്തെ 5 കൊല്ലം സമ്പൂർണ്ണ പരാജയമായിരുന്നു. ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ തിരുവനന്തപുരത്തെ സെക്രട്ടറി കുറച്ചും കൂടി ചടുലമായി ഇടപെടുന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലുള്ളവർ അവരുടെ ഇടപെടലല്ലാതെ മന്ത്രിയുടെ MLAയുടെ ഇടപെടൽ വല്ലതും നടക്കുന്നുണ്ടോ ഈ കാര്യത്തിൽ? അദ്ദേഹത്തിന് സൗകര്യമുണ്ടോ, സമയമുണ്ടോ? ഇപ്പം അദ്ദേഹം 7-7.5 കൊല്ലം 8 കൊല്ലത്തോളമായി MLA ആണ്. ഈ 8 കൊല്ലക്കാലത്തിനകത്ത് ഒരു കൊല്ലത്തിൽ 365 ദിവസം ഉണ്ടല്ലോ. എത്ര ദിവസമാണ് അദ്ദേഹം മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത്?
അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് കച്ചവട ആവശ്യാർത്ഥം ശ്രീലങ്കയിൽ, ദക്ഷിണാഫ്രിക്കയിൽ മറ്റിങ്ങനെ നടക്കുകയല്ലേ മാസങ്ങളോ. കഴിഞ്ഞ രണ്ടാമത്തെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നോമിനേഷൻ കൊടുക്കൽ ആരംഭിച്ചിട്ടാണ് നാട്ടിൽ വരുന്നത്. നോമിനേഷൻ ആരംഭിച്ചിട്ടുണ്ട്. നോമിനേഷൻ ആരംഭിച്ച് 1-2 ദിവസങ്ങൾക്ക് ശേഷമാണ് നാട്ടിലെത്തി നോമിനേഷൻ കൊടുക്കുന്നത്. അതുവരെ ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊഴിൽപരമായി അദ്ദേഹത്തിൻ്റെ കച്ചവടവും ബിസിനസ്സും ഒക്കെ ബന്ധപ്പെട്ട് നാട്ടിലുണ്ടായിരുന്നില്ല ഭൂരിഭാഗം ദിവസവും. അത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ നല്ല തോതിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഇതിന് തെളിവൊന്നും വേണ്ടല്ലോ. ഇനി നാടിനറിയാലോ എത്ര ദിവസമാണ് അദ്ദേഹം മണ്ഡലത്തിലുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഈ 8 കൊല്ലക്കാലത്ത് ജനപ്രതിനിധി എന്ന പ്രവർത്തനത്തിൻ്റെ അകത്ത്. അപ്പോൾ അവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, പൂർണ്ണമാകാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ഉത്തരവാദി അദ്ദേഹം തന്നെയാണ്, വേറെ ആരുമല്ല.